അനുമോൾ 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 എവിടെ നോക്കിയാലും അനുമോൾ. ഈ ബിഗ് ബോസിൽ കപ്പടിക്കാനുള്ള അല്ലെങ്കിൽ ഈ ബിഗ് ബോസിന്റെ ക്യൂനാവാനുള്ള യോഗ്യത അനുമോൾക്കുണ്ടോ? നമുക്ക് പരിശോധിക്കാം. ഇതിന് മുന്നേ ഉള്ള ബിഗ് ബോസിലെ രാജാക്കന്മാരെ കുറിച്ച്, അല്ലെങ്കിൽ കപ്പടിക്കണമെന്നില്ല, അവരുടെ ആ ഷോ കൊണ്ടുപോയിട്ടുള്ള ആൾക്കാർ, മെയിനായിട്ടുള്ള ആൾക്കാരായിട്ട് സാബുമോ മുതൽ ഇങ്ങോട്ട് ജിൻഡോ വരെയുള്ള ഇവരുടെയൊക്കെ ക്വാളിറ്റികൾ എന്താണ്? ഫസ്റ്റ്, സദാചാര അമ്മാവൻ നിർബന്ധമാണ്. അത് അനുമോൾക്കുണ്ട്. സദാചാര അമ്മായിയാണ്, സംശയമില്ലേ. പിന്നെ സ്ത്രീ വിരോധം രണ്ടാമത്തത് ഇവർക്കെല്ലാം ഉള്ളത്. അനുമോൾക്ക് പക്ഷേ അനുമോൾ സ്ത്രീ ആയിട്ട് അത് ആ കാറ്റഗറി നമ്മൾ മാറ്റി വെച്ചേക്കുന്നു. പിന്നെ ടോക്സിക് ആയിരിക്കണം, ദൈവവിശ്വാസമായിരിക്കണം, പിന്നെ നല്ല മാനിപ്പുലേറ്റർ ആയിരിക്കണം. സാധാരണക്കാരെ, അതായത് ഒരു നല്ല ശതമാനം, ഒരു 80-90% സാധാരണക്കാരെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ആളായിരിക്കണം. ഈ ക്വാളിറ്റി എല്ലാം അനുമോൾക്കില്ലേ. പിന്നെന്താ വേണ്ടത്? ഒറ്റപ്പെടൽ. അതിനുള്ള എല്ലാ സാധ്യതയും അനുമോൾക്ക് വന്നില്ലേ. അതായത് ബുള്ളി ഗ്യാങ് എന്ന് പറയുന്ന ഒരു 5-6 പേര്, അപ്പാനി ശരത്തും അക്ബറും പിന്നെ നമ്മുടെ 2K ഫാത്തിമ ഉൾപ്പെടുന്ന കുറേ ടീമുകൾ, ഇവരെ പൊളിക്കാൻ നിൽക്കുന്ന ഏറ്റവും വലിയ കോമഡി പീസുകളായ ഷാനവാസ്, അഭിലാഷ്, ഒനിയൻ ടീം, പിന്നെ ഒറ്റപ്പെട്ടൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ അനീഷ്, അയാൾ മണ്ടത്തരമാണ് കാണിക്കുന്നത്. സത്യം അത്രയും ഇമോഷണൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ബിഗ് ബോസ് ഇപ്പോൾ നടക്കുന്നത്. ഈ സമയത്ത് ഇയാൾ ഒറ്റപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഇയാൾ ഏതെങ്കിലും ടീമിൻ്റെ കൂടെ കയറിയേ പറ്റൂ. ഇയാൾ നല്ലൊരു ഗെയിമറാണ്, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇനി ഒറ്റപ്പെട്ട് പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ അനുമോളുടെ ടീമിൽ തന്നെ 3-4 പേര് വന്നിട്ടുണ്ടല്ലോ, നൂറ, ആദില ഒക്കെ വന്നിട്ടുണ്ട്, ശൈത്യമൊക്കെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലോട്ട് അനീഷൂടെ മാറണം. നമ്മൾ പറഞ്ഞു വന്ന വിഷയം മാറിപ്പോയി. ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം അനുമോൾ കൊണ്ട് സ്യൂഡോ സയൻസ് ആയിരിക്കണം, അന്ധവിശ്വാസങ്ങളും എല്ലാം പാലിക്കപ്പെടുന്ന ആൾക്കാരായിരിക്കണം. ഇവരെല്ലാം അങ്ങനെയൊക്കെ തന്നെയല്ലേ? ആരാ അങ്ങനെ അല്ലാത്തത്? ഈ പറഞ്ഞ സാബുമോൻ ഏറ്റവും വലിയ അഗ്രസീവ് അല്ലേ, ഏറ്റവും വലിയ ടോക്സിക് അല്ലേ, ഏറ്റവും വലിയ സ്ത്രീ വിരോധിയല്ലേ, നല്ല കിട്ടില്ലൻ സദാചാര അമ്മാവനല്ലേ? അങ്ങനെ കഴിഞ്ഞല്ലോ സദാചാര അമ്മാവൻ കേരളത്തിലുണ്ടോ? അയാളല്ലേ ആ ഷോ കൊണ്ടുപോയത്. രജിത് കുമാർ സ്യൂഡോ സയൻസ്, ഇതേ ഒരു കാറ്റഗറിയിലൊക്കെ പെട്ട ഒരാൾ തന്നെയാണ്. റോബിൻ അലറൽ സംഭവങ്ങളൊക്കെ തന്നെ, പക്ഷെ ടോട്ടലി ഈ ഒരു സംഭവം തന്നെയാണ്. അഖിൽമാരാർ നല്ല കിടുക്കാച്ചി സദാചാര അമ്മാവൻ, സാധാരണ അമ്മാവന്മാരുടെ ഒരു നേതാവാണ് അഖിൽമാരാർ എന്ന് തന്നെ പറഞ്ഞിരിക്കും. പിന്നെ ജിൻഡോപ്പം പിന്നെ പറയേണ്ട കാര്യമില്ല. ഒരുപാട് പേര് ജിൻഡോയെ കുറിച്ച് മോശം അഭിപ്രായം പറയുന്നുണ്ട്. അതെനിക്ക് ഇടപെട്ടേ പറ്റൂ. ജിൻഡോയ്ക്ക് കപ്പടിക്കാൻ യോഗ്യതയില്ല. എന്തുകൊണ്ട് യോഗ്യതയില്ല? ഈ പറഞ്ഞ സാബുമോനും അഖിൽമാരാറിനും ശേഷം ഏറ്റവും കഴിവുള്ള ആൾ ജിൻഡോ തന്നെ. ആ സീസണിൽ ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് കൊടുത്ത ജിൻഡോയാണ്. പുറത്തെ കാര്യങ്ങൾ എനിക്കറിയില്ല, അകത്തെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞു ജാസ്മിനുമായിട്ടുള്ള ദേഷ്യം കൊണ്ടാണ് ജിൻഡോ കപ്പടിച്ചത്. ജാസ്മിനുമായിട്ടുള്ള ദേഷ്യം കൊണ്ടാണെങ്കിൽ അവിടെ വേറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. അവിടെ അർജുൻ ഉണ്ടായിരുന്നു 2K കിഡ്സിന്റെ പ്രതിനിധിയായിട്ട്. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ സദാചാര അമ്മാവൻ കാറ്റഗറി പെടുന്ന ഒരു ഇഷ്ട സാധനമായിരുന്നല്ലോ മറ്റേ അഭിഷേക് ശ്രീകുമാർ. അങ്ങേർക്ക് സ്ത്രീവിരോധമില്ലേ, LGBTQ+ കമ്മ്യൂണിറ്റി എതിർക്കുന്നില്ലേ, അങ്ങേർക്ക് എല്ലാ ഗുണങ്ങളും കൊണ്ട് എന്തുകൊണ്ട് വോട്ട് കൊടുത്തില്ല? തീർച്ചയായിട്ടും ജിൻഡോയ്ക്കാണ് അവിടെ യോഗ്യതയുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ഇപ്പോഴത്തെ ഒരു ലെവൽ വെച്ചിട്ട് ഈ ബിഗ് ബോസ് സീസണിൽ എല്ലാവിധ സാധ്യതകളും എല്ലാ മറ്റ് മുൻ ആൾക്കാരുടെ സവിശേഷതകളെല്ലാം ചേർത്ത ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ അനുമോൾ. മാത്രമല്ല ഒരു ക്യൂൻ വരട്ടെ, മറ്റേ ദിൽഷ ഒന്നും ഒരു ക്യൂനായിട്ട് കൂട്ടാൻ പറ്റില്ല. ദിൽഷ റോബിന്റെ വോട്ട് കൊണ്ട് ജയിച്ചാണ്. അപ്പം ഇത്തരം ഗുണഗണങ്ങൾ സവിശേഷമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അനുമോൾ. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ലെവലാണ്, ഇപ്പോൾ 1 മാസം ആയതേ ഉള്ളൂ. ഇപ്പോഴത്തെ ലെവൽ അനുമോൾക്കാണ് എല്ലാ സാധ്യതയും കൽപ്പിക്കുന്നത്. എല്ലാവിധ പാവകങ്ങളും